വിലായത്ത് ബുദ്ധ സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാനിതിലൊരു പുഷ്പയെ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ പുഷ്പയോളം ഇല്ലെങ്കിലും ഒരു കേരളത്തിലെ പുഷ്പയെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ പുഷ്പയോളം വന്നോ പുഷ്പയ്ക്ക് മേലെയാണോ എന്നുള്ളത് ഞാൻ പറയാം. അതിനു മുമ്പ് ഈ സിനിമയിൽ എനിക്കിഷ്ടമായ കുഴപ്പമില്ലാന്ന് തോന്നിയ കാര്യം ആദ്യം പറയാം. ഒന്നാമത്തെ കാര്യം ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ്. ജേക്സ് ബിജോയ് നന്നായിട്ട് ഇതിന് BGM കൊടുത്തിട്ടുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഭാസ്കരൻ മാഷ്, ഷമ്മി തിലകൻ്റെ കഥാപാത്രം, പുള്ളിക്കൊരു ഹീറോയിസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു BGM, അതേപോലെ തന്നെ ഡബിൾ മോഹനായിട്ടുള്ള പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിൻ്റെ പല നിമിഷങ്ങളിലും ആ ഡയലോഗുകൾ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ, അതേപോലെ ആക്ഷൻ രംഗങ്ങളിലൊക്കെ നല്ല BGM തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സിലൊരു ആക്ഷൻ ഉണ്ട്, അവിടെയൊക്കെ നല്ല BGM തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഈ സിനിമയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ജേക്സ് ബിജോയുടെ മ്യൂസിക് തന്നെയാണ്. പിന്നെ അടുത്തത് ഭാസ്കരൻ മാഷായിട്ട് അഭിനയിച്ച ഷമ്മി തിലകൻ. പുള്ളി ഇതിൽ പല മുഖങ്ങൾ പുള്ളിക്കുണ്ട്. ഹീറോയിസം ഉണ്ട്, അതേപോലെ ഒരു കേണപേക്ഷിക്കുന്ന അവസ്ഥയുണ്ട്, ദേഷ്യം വരുന്ന അവസ്ഥയുണ്ട്, ഭയം വരുന്ന അവസ്ഥയുണ്ട്. എല്ലാം തന്നെ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ കഥാപാത്രം എങ്ങനെയെന്ന് അവിടെ ഇരിക്കട്ടെ, പുള്ളിക്ക് കൊടുത്ത ഭാഗം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ പ്രിയംവദയുടെ ചൈതന്യം, അവർ ഈ സിനിമയിൽ മുഴുവൻ ചൈതന്യമായിട്ട് ആണ് ഇരിക്കുന്നത്. എന്ത് ചൈതന്യമാണെന്ന് സിനിമ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവരെങ്ങനെ ഇങ്ങനെ ഒരു റോൾ എടുത്തു എന്ന് എനിക്കറിയില്ല. എന്തായാലും അതൊരു കഥാപാത്രമാണ്. അപ്പോൾ അതിന് മാസ് സംഭവങ്ങളും ഉണ്ട് ആ ചൈതന്യം ക്യാരക്ടറിന്. അപ്പോൾ അതുകൊണ്ട് അവരത് എടുത്തിരിക്കുകയാണ്. എന്തായാലും ആ ഒരു കഥാപാത്രത്തോട് 100% പ്രിയംവദ കൂറ് പുലർത്തിയിട്ടുണ്ട് എന്ന് പറയാം. അങ്ങനെ ഒരു ക്യാരക്ടർ. പിന്നെ ഡബിൾ മോഹനനായിട്ട് വരുന്ന പൃഥ്വിരാജ്, പുള്ളി ഇതിൽ ഇതുവരെ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളിൽ വളരെ നല്ലൊരു കഥാപാത്രം ചെയ്തു എന്നൊന്നും പറയാൻ പറ്റില്ല. പുള്ളി ചെയ്തതിൽ ഏറ്റവും നല്ല കഥാപാത്രം എന്ന് പറയുന്നത് ആടുജീവിതത്തിലെ ആ ഒരു ക്യാരക്ടർ തന്നെയാണ്. അതിനെ മറികടക്കാൻ വേറൊരു സംഭവം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതിലെ പുള്ളിയുടെ ഹീറോയിസം, അതേപോലെ പുള്ളിയുടെ ഡയലോഗുകൾ, ആക്ഷന് ഒന്നും കുഴപ്പമില്ല. എന്നാലും വളരെ വലിയൊരു ഒരു മാറ്ററായിട്ട് ഡബിൾ മോഹനൻ ഇതിൽ എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഈ 3 കഥാപാത്രങ്ങളാണ് ഈ സിനിമയിൽ കാര്യമായിട്ടുള്ളത്, സ്ട്രോങ് ആയിട്ട്. പിന്നെ അനുമോഹൻ്റെ അനി ക്യാരക്ടർ, അത് അങ്ങനെ ഒരു 8-10 പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഈ സിനിമ എങ്ങനെയായിരുന്നു എന്ന് പറയാം. ഇതിൻ്റെ കഥ GR ഇന്ദുഗോപൻ ആൻഡ് രാജേഷ് പിന്നാടനാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ GR ഇന്ദുഗോപൻ്റെ ഈ കഥ വായിക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു നോവല് ഒരു കഥയൊക്കെ വായിക്കുമ്പോൾ നമ്മളൊരു സങ്കല്പത്തിലൂടെയാണ് ആ കഥയെ കാണുക. അപ്പോൾ അതുകൊണ്ട് അത് ചിലപ്പോൾ കുഴപ്പമില്ലായിരിക്കും. പക്ഷേ അതൊരു സിനിമയാക്കുമ്പോൾ അതിന് അത്രത്തോളം പവർ വേണം. അങ്ങനെ ഒരു പവറേ ഈ സിനിമയിൽ ഞാൻ കണ്ടില്ല, എവിടെയും കണ്ടില്ല. സിനിമയുടെ തുടക്കത്തിൽ ഭാസ്കരൻ മാഷ് ഭയങ്കര ഹീറോയിസൊക്കെ കാണിക്കുന്നുണ്ട്, ഓക്കെ. പിന്നെ ഒരു അളിഞ്ഞ അവസ്ഥയിലേക്ക് ആ രാഷ്ട്രീയമൊക്കെ ചീറ്റിപ്പോയി, അങ്ങനെയാണ് പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ ഡബിൾ മോഹനൻ, പുള്ളിയുടെ പല ഭാഗങ്ങൾ പുള്ളീനെ കാണിക്കുമ്പോൾ തന്നെ ഒരു എൻട്രി കൊടുക്കുന്ന സമയത്ത് നല്ലൊരു മാസായിട്ട് കൊടുക്കണമല്ലോ. എവിടെ മാസ്? ഒരാളുടെ അടുത്ത് നിന്ന് ചവിട്ട് കിട്ടിക്കൊണ്ടാണ് പുള്ളി വീണുകൊണ്ടാണ് വരുന്നത്. അതവിടെ അങ്ങനെ ഒരു സംഭവം. പിന്നെ അതേപോലെ സിനിമയുടെ ആ ഒരു ഇടവേളയിൽ കൊടുത്തിരിക്കുന്ന ഒരു സംഭവം, ഒരു ത്രില്ലിങ് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പ്രതീക്ഷിക്കേണ്ട എന്ന രീതിയിലാണ് ഇടവേള പോയിട്ട് നിൽക്കുന്നത്. കഥയിലേക്ക് തന്നെ വരാം. സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ആ ഒരു രാഷ്ട്രീയമൊക്കെ അവിടെ നിന്നിട്ട് അടുത്തതായിട്ട് ചന്ദനവുമായി ബന്ധപ്പെട്ട് കാണിക്കുന്നു. പക്ഷേ അതിൽ ഞാൻ നല്ല ത്രില്ലിങ്ങും കാര്യങ്ങളും അതേപോലെ ഭയങ്കര ചന്ദനക്കടത്തും ഇതൊക്കെ പ്രതീക്ഷിച്ചു, ഒക്കെ ചീറ്റിപ്പോയി. അങ്ങനെ ഒരു ഭാഗമേ ഇതിൽ കാര്യമായിട്ട് അവർ കൊടുത്തിട്ടില്ല. ഇതിലെ ഡബിൾ മോഹനൻ്റെ ആ ജീപ്പ് കണ്ട, ഇത്രയും ചൊറിപ്പിടിച്ച തുരുമ്പ് പിടിച്ച ആ ഒരു ജീപ്പ് താമ്പാളക്കടയിൽ പോലും ആക്രിക്കടയിൽ പോലും ഉണ്ടാവില്ല. അതുപോലത്തെ ഒരു ജീപ്പ്, അതിൽ ആ ചന്ദനമൊക്കെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ തെർമോക്കോള് അതിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ജീപ്പ് മറിയുന്നു തോന്നും.
എന്തായാലും ഒരു റഫായ വണ്ടിയാണ് ചന്ദനം കടത്താൻ ഉപയോഗിക്കുക എന്ന് നമുക്ക് പറയാം, ഓക്കെ. പക്ഷേ എന്നാലും ആ വണ്ടിക്ക് ഒരു പുള്ളിങ്, ഒരു നല്ല പവർ ഉണ്ടാകും എന്ന് കാണിക്കുന്ന രീതിയിൽ അതിനൊരു വർക്ക് ചെയ്തു വെക്കണ്ടേ? അതൊന്നുമില്ലാതെ ആ വണ്ടീനെ കണ്ടാൽ തന്നെ അതിലേക്ക് ഒരു മനുഷ്യൻ കയറാത്ത പോലത്തെ വണ്ടിയാണ് ഇതിൽ ഡബിൾ മോഹനെ ഓടിച്ചുകൊണ്ട് പോകുന്നത്. എന്നിട്ട് പുള്ളി അതിനെ കൊണ്ടുപോയിട്ട് മലയുടെ മേലെ നിന്ന് അങ്ങനെ അങ്ങോട്ട് ആക്സിലേറ്റർ ചവിട്ടി കാണിക്കുന്നത് കണ്ട തെലുങ്ക് സിനിമകൾ അങ്ങോട്ട് മാറി നിൽക്കും. അതുപോലത്തെ ഒരു അവസ്ഥ. വെറുതെ നന്ദമൂരി ബാലകൃഷ്ണയൊക്കെ അങ്ങോട്ട് മാറി നിൽക്കുന്ന വിശ്വസിക്കാൻ പറ്റാത്ത വെറുപ്പിക്കൽ സീന്. വീണ് കിടക്കുന്ന സാധനം അങ്ങോട്ട് കുതിരയൊക്കെ ചാടി എഴുന്നേൽക്കുന്നില്ലേ, അതുപോലെയാണ് ആ വണ്ടി എഴുന്നേൽക്കുന്നത്. അതൊക്കെ കണ്ട എഴുന്നേറ്റ് ഓടാൻ തോന്നുകയാണ്. അങ്ങനത്തെ സീനുകളൊക്കെ സിനിമയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞിട്ട് ഇതിൽ പോയി നോക്കുമ്പോഴല്ലേ എന്താണ് വിലായത്ത് ബുദ്ധ എന്ന് മനസ്സിലാകുന്നത്. ഇടവേളയുടെ അവിടുന്ന് ഒരു മാറ്റർ ഇതിൽ കാണിക്കുന്നുണ്ട്. ആ മാറ്ററുമായി ബന്ധപ്പെട്ടാണ് സിനിമ അവിടുന്ന് അങ്ങോട്ട് പോകുന്നതെന്ന് അവിടെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതേപോലെ പ്രതീക്ഷിച്ച പോലെ അവിടുന്ന് അങ്ങോട്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പോകുന്നത്. ഇടവേളയ്ക്ക് ശേഷം ഡബിൾ മോഹനൻ ആടുതോമ കളിക്കുന്നു. അതേപോലെ ഭാസ്കരൻ മാഷായിട്ട് ഷമ്മി തിലകൻ സാറുടെ ആടുതോമയിലുള്ള വേഷവും കളിക്കുന്നു എന്ന് പറയാം. അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ കളിക്കണമെങ്കിൽ കൊടുക്കുന്ന മാറ്റർ നല്ല പവർഫുള്ളാകണ്ടേ? എന്ത് മാറ്ററാണിത്? ഒരു നിസാര കാര്യത്തിന് വേണ്ടിയിട്ട് ഭയങ്കര പോരാട്ടവും കാര്യങ്ങളുമായിട്ടാണ് സിനിമ പോകുന്നത്. ഈ സിനിമയുടെ ഇടവേളയ്ക്ക് മുമ്പ് തന്നെ ഒരാൾക്ക് ഒരു അപകടം സംഭവിച്ച് വണ്ടിയിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഞാൻ വേറെന്തൊക്കെയോ പ്രതീക്ഷിച്ചു. നോക്കുമ്പോൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വേറൊരു ലക്ഷ്യത്തിലേക്ക് സിനിമ പോവുകയാണ്. ആ ലക്ഷ്യമാകട്ടെ അത് സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കാം. ഡബിൾ മോഹനം ഭയങ്കര വാഗ്വാദമൊക്കെ ചെയ്തിട്ട് അത് ഞാൻ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് അവിടെ തന്നെ ഒരു നിരാശ വരികയാണ്. ശരി, എന്നാൽ ആ കാര്യം ചെയ്യാനായിട്ട് പുള്ളി ചെയ്യാൻ പോകുന്ന ഭയങ്കര ചന്ദനക്കടത്ത് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് ഈ ഒരു നിസാര മാറ്ററിലാണ്. ഈ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി ഉദ്ദേശിച്ച ലക്ഷ്യം എത്തുമെന്ന് പറഞ്ഞാൽ ഒന്ന് വിശ്വസിക്കാൻ പറ്റണ്ടേ? അതുപോലത്തെ ഒരു പാതയും കാര്യങ്ങളും. എന്താണിത്? കഥ നമുക്ക് കണ്ടിരിക്കുമ്പോൾ ഒരു ബോറടിക്കാതെ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ വേണ്ടേ? അത് കാഴ്ചയിലില്ല. ഇത് കഥയായിട്ട് വായിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും തോന്നുമായിരിക്കും. കാഴ്ചയിൽ അതൊന്നുമില്ല. ശരി, കഥയും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കട്ടെ. എന്നാലും ഇങ്ങനെ ഒരു സിനിമയിൽ നമ്മൾ ആകെ പ്രതീക്ഷിക്കുന്നത് നല്ല ആക്ഷൻ രംഗങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് ശ്രാവൺ സത്യയാണ്. എന്ത് ആക്ഷൻ, എന്ത് സ്റ്റണ്ട്! സിനിമയുടെ ക്ലൈമാക്സിലൊരു സ്റ്റണ്ട് ഉണ്ട്, അത് ഓക്കെ, കുഴപ്പമില്ലായിരുന്നു, നന്നായിരുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും എല്ലാം കൂടി ആയപ്പോൾ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അതിനു മുമ്പ് വരെ സിനിമയിൽ എവിടെയുണ്ട് ആക്ഷൻ? വെറുതെ തട്ടുമുട്ട് മുഖത്തടി അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ. ഒരു 2-3 ആക്ഷനും കൂടി നന്നായിട്ട് കൊടുക്കണ്ടേ? എന്നാലല്ലേ ഈ വെറുപ്പിക്കൽസിൻ്റെ ഇടയിൽ അതെങ്കിലും നമുക്ക് നന്നായിട്ട് തോന്നുള്ളൂ. അതൊന്നുമില്ല. അങ്ങനെ വിലായത്ത് ബുദ്ധ എൻ്റെ അഭിപ്രായത്തിൽ ബുദ്ധം ശരണം ഗച്ഛാമി പോരാ.